ഇന്ന് വന്നൊരു വാർത്തയുടെ ഒരു ശകലം എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഈ കാസർഗോഡ് ബളാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കാഴ്ചശക്തി ഇല്ലാത്ത ഒരു മനുഷ്യന് പ്രധാനമന്ത്രിയുടെ ഭവന പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കാനുള്ള പൈസ കിട്ടി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയില്ലാത്ത ആളാണ്. അദ്ദേഹം അവർക്ക് ഒന്നുമില്ല. അവരൊരു ചെറിയ എന്തോ ഒരു കട നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. അത് വാടകക്കെട്ടത്തിലാണ് താമസം. സ്വന്തമായൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ കുറച്ച് മണ്ണെടുത്തപ്പോൾ ഈ ചരിഞ്ഞ സ്ഥലത്താണ് അവരുടെ ഈ പുരയുടെ ഉള്ളത് കൊണ്ട് കുറച്ച് ഒരു 50 മീറ്റർ മാറി അങ്ങോട്ട് കൊണ്ടിട്ടു. അപ്പോൾ ഇതൊരു പരാതിക്കാരൻ കൊണ്ട് പരാതി കൊടുത്തു. അപ്പോൾ ഈ പരാതി പരിശോധിക്കാൻ വന്ന ജിയോളജി ഉദ്യോഗസ്ഥൻ ഒരു ചെറിയ പിഴയിട്ട് കൊടുത്തു. 1,00,000 രൂപ. 5,000 രൂപ ഒരു മാസം വരുമാനമില്ലാത്ത ഈ കാഴ്ചശക്തി ഇല്ലാത്ത മനുഷ്യനാണ് ഈ 1,00,000 രൂപ പിഴയിട്ടത്. അപ്പോൾ ഇപ്പം പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതി എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് വീട് നിർമ്മിക്കാനുള്ള പൈസ കിട്ടിയത്. അപ്പോൾ അവർക്കൊക്കെ 1,00,000 രൂപയൊക്കെ പിഴ കിട്ടാൽ എന്താ ചെയ്യുക? അപ്പോൾ കുറച്ചുകൂടെ മനുഷ്യകാരുണ്യപരമായ രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിക്കണ്ടേ എന്നാണ് എനിക്ക് ജിയോളജി ഉദ്യോഗസ്ഥനോട് ചോദിക്കാൻ.